ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ കോളിഫ്ലവർ വെച്ചിട്ട് നല്ലൊരു ക്യാപ്സി ഉണ്ടാക്കിയാലോ. ആദ്യം നമുക്ക് ഈ ഇലകളൊക്കെ ഇതിൽ നിന്ന് മുറിച്ച് മാറ്റാം. അതിനുശേഷം ഇത് നമ്മൾ ക്യാപ്സിൻ്റെ രൂപം കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാം. ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാതെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ക്യാപ്സിൻ്റെ ആ രൂപത്തിൽ നമുക്ക് കിട്ടും. അതുപോലെ നമുക്ക് ഇതുപോലെ ഇതളുകളായിട്ട് എടുക്കണം. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്യണം, എന്നാലേ നമുക്ക് ക്യാപ്സിൻ്റെ രൂപത്തിൽ കിട്ടും കേട്ടോ. എല്ലാം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല വലിപ്പമുള്ളതൊക്കെ നമുക്ക് 2 പീസാക്കി എടുക്കാം. ഇതുപോലെ 2 പീസാക്കുന്നെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതുപോലെ കട്ട് ചെയ്യണം. 2 പീസാക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വൃത്തിയായിട്ട് ആദ്യം കഴുകിയെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളവും പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ആദ്യം ഇതൊന്ന് ഒരു തിള വരുന്ന വരെ നമുക്ക് വെക്കണം. കൂടുതൽ ഇത് വേവിക്കൽ അങ്ങനെ ഒന്നുമില്ല. നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ സമയത്ത് നമുക്കിതിൻ്റെ മാവ് റെഡിയാക്കാം. അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായിപ്പോൾ അതാണ്. ഞാനിത് 3 സ്പൂണ് മൈദപ്പൊടിയും 2 സ്പൂണ് കോൺഫ്ലവർ പൊടിയും പിന്നെ എടുത്തതെന്ന് വെച്ചാൽ മുളക് പൊടി, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി മുളക് പൊടിയാണ്, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കലക്കി വെച്ച മാവാണ് ഇത്. നിങ്ങൾക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി കൂടി ആഡ് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് പൊടി റെഡിയാക്കുന്നുണ്ട്. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയുമാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് അതേപോലെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മളെ മാവിലും നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ മാവ് കലക്കുന്ന വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായിപ്പോയി. അതിൽ നിങ്ങൾ ഇത് ഇപ്പം ഞാൻ ചെയ്ത പോലെ തന്നെയാണ്. അത് ചെയ്തതിന് ശേഷമാണ് ഞാൻ വെള്ളമൊഴിച്ച് കലക്കി വെച്ചത്. ഇനി നമ്മൾക്ക് ഇത് തിളവന്ന് ഓഫാക്കി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിലെ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഇത് നമുക്ക് നല്ലോണം ഈ മാവിൽ നല്ലോണം മിക്സാക്കി എടുക്കണം. ഇത് 3 സ്പൂണ് മൈദപ്പൊടിയും 2 സ്പൂണ് കോൺഫ്ലവർ പൊടിയും 1/4 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി കലർത്തിയ മാവാണ് കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ പൊടിയിലേക്ക് നമ്മൾ നേരത്തെ ശരിയാക്കി വെച്ച പൊടിയിലേക്ക് നമുക്കിതിട്ട് കൊടുക്കാം.
ഈ പൊടിയൊക്കെ നല്ലോണം നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടി ഞാൻ ഷെയർ ചെയ്തിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഈ മാവ് നമ്മളെ പൊടിയിലേക്ക് നമുക്കിതുപോലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ ചെറിയ ചെറിയ ഒരു കട്ട് ചെയ്യാവുന്ന രൂപത്തിൽ പോലെ നമുക്ക് ഇത് മാവാക്കി എടുക്കണം. ഒരു ക്യാപ്സിൻ്റെ രൂപം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെറുതായിട്ട് ഇങ്ങനെ ഉതിർത്തിയിടുന്ന പോലെ അതുപോലെ ആക്കിയിടണം. ഇപ്പോൾ ഏകദേശം ഞാൻ ചെയ്തെടുത്ത് കാണുന്നുണ്ടാവും. ഇതുപോലെ നമുക്ക് എല്ലാത്തിലും ഇതുപോലെ മിക്സാക്കി എടുക്കണം. ഇനിയിപ്പോൾ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ വെച്ച് നല്ലോണം തിളവന്നതിന് ശേഷമാണ് ഇതിട്ട് കൊടുക്കുന്നത്. ഇതെടുക്കൊക്കെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരും കേട്ടോ. എണ്ണയൊന്നും കുടിക്കില്ല. അത്രയും നല്ല അടിപൊളിയായിട്ടാണ് കിട്ടിയത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അത്രയും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് കൂടി നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും. ഇത് കാണുന്നത് പോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും നല്ലോണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ വറുത്തെടുക്കാം. നിങ്ങളൊന്ന് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെ നല്ല വീഡിയോയും നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.